നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 50-ാമത്തെ ശ്ലോകം വരെയാണ് പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് 51-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. ധർമ്മഗുപ്ധർമ്മകൃദ്ധർമ്മീ സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർവിധാതാ കൃതലക്ഷണ. ധർമ്മഗുപ്ധർമ്മകൃദ്ധർമ്മീ സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർവിധാതാ കൃതലക്ഷണ. ഇനി ഇതിലെ പദങ്ങളും അർത്ഥവും നമുക്കൊന്ന് നോക്കാം. ധർമ്മഗുപ്, ധർമ്മഗുപ്, ധർമ്മത്തെ രക്ഷിക്കുന്നവൻ. ധർമ്മഗുപ്, ധർമ്മത്തെ സംരക്ഷിക്കുന്നവൻ. അടുത്തത് ധർമ്മകൃത്, ധർമ്മകൃത്, ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ. ധർമ്മത്തെ സ്ഥാപിക്കാനായി ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ. അടുത്തത് ധർമ്മി, ധർമ്മി, ധർമ്മങ്ങളെ ധരിക്കുന്നവൻ. ധർമ്മി, ധർമ്മങ്ങൾക്കെല്ലാം ആധാരമായിട്ടുള്ളവൻ. ധർമ്മി. അടുത്തത് സത്, സത്, സത്യസ്വരൂപമായ പരബ്രഹ്മം, സത്തായിരിക്കുന്നവൻ. അതാണ് സത്യസ്വരൂപൻ അല്ലെങ്കിൽ പരബ്രഹ്മം. അടുത്തത് അസത്, അസത്, പ്രപഞ്ചസ്വരൂപമാകയാൽ പരബ്രഹ്മ സ്വരൂപത്തിലല്ലാത്തവൻ. മായയാൽ ഉണ്ടെന്ന് തോന്നിക്കുന്ന പ്രപഞ്ചസ്വരൂപൻ. ഇവിടെ മായയാണ്, മായയാൽ തോന്നിക്കുകയാണ്, അത് ഉണ്ട് എന്ന് തോന്നിക്കുന്നത്. അടുത്തത് ക്ഷരം, സകല ഭൂതസ്വരൂപൻ. ക്ഷരം, നശിക്കുന്ന പ്രപഞ്ചസ്വരൂപൻ. ക്ഷരം എന്നാൽ നശിക്കുന്നത്, ഇവിടെ ക്ഷരം നശിക്കുന്ന പ്രപഞ്ചസ്വരൂപൻ. അടുത്തത് അക്ഷരം, അക്ഷരം, അനശ്വരനായ പരബ്രഹ്മം. അനശ്വരനായ പരബ്രഹ്മം അല്ലെങ്കിൽ കൂടസ്ഥ സ്വരൂപൻ, കുടസ്ഥ സ്വരൂപൻ. അതാണ് അക്ഷരം. അടുത്തത് അവിജ്ഞാത, അവിജ്ഞാത, അറിയപ്പെടാതെ ഇരിക്കുന്ന പരമ വിജ്ഞാന സ്വരൂപനായ പരമാത്മാവ്. വികൽപ്പ വിജ്ഞാനങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ജീവനാണ് വിജ്ഞാതാവ്. അതിൽ നിന്നും വിലക്ഷണനായവൻ അവിജ്ഞാത. അടുത്തത് സഹസ്രാംശു, സഹസ്രാംശു, സൂര്യനെ പോലെ അനേകം രശ്മികളോട് കൂടിയവൻ. സൂര്യനെ പോലെ അനേകം രശ്മികളോട് കൂടിയവൻ. അടുത്തത് വിധാത, വിധാത, സകല ഭൂതങ്ങളെയും ധരിക്കുന്ന അനന്തനെയും ദിഗ്ഗജങ്ങളെയും പർവ്വതങ്ങളെയും ധരിക്കുന്നവൻ. അനന്തൻ, ദിഗ്ഗജങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയെ വിശേഷേണ ധരിക്കുന്നവൻ. അടുത്തത് കൃതലക്ഷണ, കൃതലക്ഷണ, നിത്യസിദ്ധമായ ചൈതന്യമുള്ളവനും ശാസ്ത്രങ്ങളെ രചിച്ചവനും ആയ ഭഗവാൻ. നിത്യസിദ്ധമായ ചൈതന്യ സ്വരൂപത്തോടു കൂടിയവൻ. ധർമ്മത്തെ രക്ഷിക്കുന്നവനും ധർമ്മത്തെ ആചരിക്കുന്നവനും ധർമ്മത്തിന് ആധാരമായവനും നിത്യ സത്യമായവനും അനിത്യമായ പ്രപഞ്ചത്തിൻ്റെ രൂപം ധരിക്കുന്നവനും നശ്വരമായ ഈ പ്രപഞ്ചവും അതിലെ ചരാചരങ്ങളുമായവനും അനശ്വരമായ പരബ്രഹ്മം ആയവനും പരമാത്മാവിന് പ്രാപഞ്ചിക വികാര വിചാരങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ശരീര മനോബുദ്ധികൾ കൊണ്ട് അറിയുവാൻ സാധിക്കാത്തവനും ആയിരക്കണക്കിന് രശ്മികൾ ഉള്ളവനും എല്ലാറ്റിനെയും വിശേഷണ ധരിക്കുന്നവനും മറ്റുള്ളവരിൽ നിന്ന് വേഗം തിരിച്ചറിയുവാൻ സാധിക്കുന്ന ലക്ഷണമുള്ളവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ധർമ്മഗുപ്ധർമ്മകൃദ്ധർമ്മീ സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർ വിധാതാ കൃതലക്ഷണ.
52 ശ്ലോകം നോക്കാം. ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരു. ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരു. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. ഗഭസ്തിനേമിഹി, ഗഭസ്തിനേമിഹി. രശ്മി സമൂഹത്തിൻ്റെ നടുവിൽ സൂര്യസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, ഗ്രഹങ്ങളുടെ കേന്ദ്രബിന്ദുവായ ആദിത്യദേവൻ. അടുത്തത് സത്വസ്ഥഃ, സത്വസ്ഥഃ. സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, എല്ലാ സത്വങ്ങളിലും പ്രാണിജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൻ, സകല സത്വങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൻ, സത്വസ്ഥഃ. അടുത്തത് സിംഹഃ, സിംഹഃ. സിംഹത്തെ പോലെ പരാക്രമശാലിയായവൻ, സിംഹത്തെ പോലെ പരാക്രമശാലി, നരസിംഹസ്വരൂപൻ. അടുത്തത് ഭൂതമഹേശ്വരഃ, ഭൂതമഹേശ്വരഃ. ഭൂതങ്ങളുടെ മഹാനായ ഈശ്വരൻ, ഭൂതരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാനായ ഈശ്വരൻ. ഭൂതം എന്നാൽ സകല ജീവജാലങ്ങളും. അപ്പം ഇവിടെ സർവ ജീവജാലങ്ങളുടെയും ഈശ്വരൻ, ഭൂതമഹേശ്വരഃ. അടുത്തത് ആദിദേവഃ, ആദിദേവഃ. സർവഭൂതങ്ങളെയും ആദാനം ചെയ്യുന്നവനും ദേവനുമായവൻ. ആദാനം ചെയ്യുക, സ്വീകരിക്കുക. അപ്പം സർവഭൂതങ്ങളെയും ആദാനം ചെയ്യുന്നവനും ദേവനുമായവൻ, ആദിദേവഃ. ആദ്യമായി ഉദ്ഭവിച്ച ദേവതാസ്വരൂപൻ. അടുത്തത് മഹാദേവഃ, മഹാദേവഃ. സകല ഭാവങ്ങളെയും വിട്ട് മഹത്തായ ആത്മജ്ഞാനം കൊണ്ട് മഹിമാന്വിതനായ ദേവൻ, മഹാദേവഃ. ജ്ഞാനേശ്വരനായ പരമേശ്വരൻ, മഹാദേവഃ. അടുത്തത് ദേവേശഃ, ദേവേശഃ. ദേവന്മാരുടെ ഈശ്വരൻ, ദേവന്മാരുടെ ദേവൻ, ദേവേശഃ. അടുത്തത് ദേവഭൃദ്ഗുരുഃ, ദേവഭൃദ്ഗുരുഃ. ദേവന്മാരെ പാലിക്കുന്ന ഇന്ദ്രനെയും ശാസിക്കുന്നവൻ, ദേവന്മാരെ പാലിക്കുന്ന ഇന്ദ്രനെയും ശാസിക്കുന്നവൻ, ദേവഭൃദ്ഗുരു. ദേവകളുടെ രക്ഷിതാവും പരമാചാര്യനും ആയവൻ, ദേവഭൃദ്ഗുരുഃ, ദേവഭൃദ്ഗുരുഃ. രശ്മികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദിത്യസ്വരൂപനായവനും ശുദ്ധ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവനും പരാക്രമശാലിയായ നരസിംഹമൂർത്തിയായവനും ഭൂതജാലങ്ങൾക്കെല്ലാം ഈശ്വരനായവനും ആദാനം ചെയ്യുന്നവനും ആദിയിലെ ദേവനായവനും പരമേശ്വരനായവനും ദേവന്മാരുടെ നാഥനായവനും ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രനെയും ശാസിച്ച് രക്ഷിക്കുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഒന്നുകൂടി നമുക്ക് ഈ ശ്ലോകമൊന്ന് ചൊല്ലി നോക്കാം. ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരുഃ. 53 ശ്ലോകം നോക്കാം. ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യഃ പുരാതന ശരീരഭൂതഭൃദ്ഭോക്ത കപീന്ദ്രോ ഭൂരി ദക്ഷിണ. ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യഃ പുരാതന ശരീരഭൂതഭൃദ്ഭോക്ത കപീന്ദ്രോ ഭൂരി ദക്ഷിണ. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. ഉത്തരഃ, ഉത്തരഃ. സംസാരബന്ധത്തിൽ നിന്ന് മുക്തനായവൻ, സർവശ്രേഷ്ഠൻ. ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് കടത്തിവിടുന്നവൻ, ഉത്തരഃ. അടുത്തത് ഗോപതിഃ, ഗോപതിഃ. ഗോക്കളുടെ പാലനം ചെയ്യുന്നവൻ, ഭൂമിയുടെ നാഥനായിരിക്കുന്നവൻ, വേദങ്ങളാകുന്ന ഈ പശുക്കളെ പാലിക്കുന്നവൻ, ഗോപതി. അടുത്തത് ഗോപ്ത, ഗോപ്ത. സകല ചരാചരങ്ങളെയും പാലിക്കുന്നവൻ, സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നവൻ, ഗോപ്ത. അടുത്തത് ജ്ഞാനഗമ്യഃ, ജ്ഞാനഗമ്യഃ. ജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്നവൻ,
പരമജ്ഞാനത്താൽ അറിയപ്പെടുന്നവൻ. ജ്ഞാനഗമ്യ. അടുത്തത് പുരാതനഃ. പുരാതനഃ കാലത്താൽ അപരിച്ഛിന്നൻ, എല്ലാറ്റിനും മുമ്പ് സ്ഥിതി ചെയ്യുന്നവൻ, എല്ലാത്തിനും മുൻപ് ഉള്ളവൻ. പുരാതനഃ. അടുത്തത് ശരീരഭൂതഭൃത്. ശരീരഭൂതഭൃത് ശരീരങ്ങളെ സൃഷ്ടിക്കുന്ന പഞ്ചഭൂതങ്ങളെ ഭരിക്കുന്നവൻ. ശരീരത്തിന് വേണ്ട പഞ്ചഭൂതങ്ങളെ ധാരണം ചെയ്യുന്നവൻ, ധരിക്കുന്നവൻ. ശരീരഭൂതഭൃത്. അടുത്തത് ഭോക്ത. ഭോക്ത പാലനം ചെയ്യുന്നവൻ, നിരതിശയമായ ആനന്ദ സമൂഹത്തെ അനുഭവിക്കുന്നവൻ. ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവൻ. അടുത്തത് കപീന്ദ്രഃ. കപീന്ദ്രഃ കപി, കപിയും ഇന്ദ്രനും ആയവൻ, കപികളുടെ സ്വാമിയായ ശ്രീരാമസ്വരൂപൻ. യജ്ഞവരാഹമൂർത്തി, അതാണ് കപീന്ദ്രഃ. അടുത്തത് ഭൂരിദക്ഷിണഃ. ഭൂരിദക്ഷിണഃ ധർമ്മമര്യാദയെ കാണിച്ചുകൊണ്ട് യജ്ഞത്തെ അനുഷ്ഠിക്കുമ്പോൾ അസംഖ്യം ദക്ഷിണകളോട് കൂടിയവൻ. ഭൂരിദക്ഷിണഃ. ഭക്തന്മാർക്ക് മേൽഗതി തരുന്ന ഉത്കൃഷ്ടനായവനും ഗോക്കളെ പരിപാലിക്കുന്നവനും സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നവനും ജ്ഞാനത്താൽ അറിയപ്പെടുന്നവനും പണ്ടുപണ്ടേ ഉള്ളവനും ശരീരങ്ങൾക്കടിസ്ഥാനമായ പഞ്ചഭൂതങ്ങളെ ഭരിക്കുന്നവനും പ്രപഞ്ചത്തെ പരിപാലിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവനും യജ്ഞവരാഹമൂർത്തിയായവനും യാഗങ്ങളിൽ യജമാന രൂപത്തിൽ വർദ്ധിച്ച അളവിൽ ദക്ഷിണകൾ നൽകുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യഃ പുരാതന ശരീരഭൂതഭൃത് ഭോക്ത കപീന്ദ്രോ ഭൂരിദക്ഷിണ. 54-ാമത്തെ ശ്ലോകം നോക്കാം. സോമപോമൃതപഃ സോമഃ പുരുജിത് പുരുസത്തമ വിനയോജയഃ സത്യസന്ധോ ദാശാർഹഃ സാത്വതാംപതി. സോമപോമൃതപഃ സോമഃ പുരുജിത് പുരുസത്തമ വിനയോജയഃ സത്യസന്ധോ ദാശാർഹഃ സാത്വതാംപതി. ഇനി ഇതിൻ്റെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. സോമപഃ. സോമപഃ സോമലതാരസം പാനം ചെയ്യുന്നവൻ. അടുത്തത് അമൃതപഃ. അമൃതപഃ അമൃതിനെ പാനം ചെയ്യുന്നവൻ, തൻ്റെ ആത്മരൂപമായ അമൃതരസം പാനം ചെയ്യുന്നവൻ. അമൃതത്തെ ദേവന്മാരെ കൊണ്ട് പാനം ചെയ്യിക്കുകയും സ്വയം പാനം ചെയ്യുകയും ചെയ്തവൻ. അടുത്തത് സോമഃ. സോമഃ ചന്ദ്രസ്വരൂപൻ, അതായത് ചന്ദ്രൻ. സോമഃ. അടുത്തത് പുരുജിത്. പുരുജിത് അനേകം പേരെ ജയിക്കുന്നവൻ. പുരുജിത് വളരെയധികം പേരെ ജയിച്ചവൻ. അടുത്തത് പുരുസത്തമഃ. പുരുസത്തമഃ പുരുവും സത്തമനും ആയവൻ. പുരുസത്തമഃ ഉത്തമരിൽ അത്യുത്തമൻ. അടുത്തത് വിനയഃ. വിനയഃ ദുഷ്ടന്മാർക്ക് വിനയത്തെ നൽകുന്നവൻ. വിനയഃ അധർമ്മചാരികളെ ശാസിക്കുന്നവൻ. അടുത്തത് ജയഃ. ജയഃ സകല ഭൂതജാലങ്ങളെയും ജയിക്കുന്നവൻ, വിജയസ്വരൂപനായിട്ടുള്ളവൻ. അടുത്തത് സത്യസന്ധഃ. സത്യസന്ധഃ സത്യം സന്ധ അല്ലെങ്കിൽ സങ്കല്പം. സത്യം സന്ധം ആയിരിക്കുന്നവൻ, സങ്കല്പം ആയിരിക്കുന്നവൻ. സത്യസങ്കല്പൻ. സത്യസന്ധഃ സത്യസങ്കല്പൻ. അടുത്തത് ദാശാർഹഃ. ദാശാർഹഃ ദാശത്തെ അല്ലെങ്കിൽ ദാനത്തെ അർഹിക്കുന്നവൻ, ശ്രീകൃഷ്ണനായി ജനിച്ചവൻ. ദാശാർഹന്റെ വംശത്തിൽ ജനിച്ചവൻ, ശ്രീകൃഷ്ണനായി ജനിച്ചവൻ. ദാശാർഹ ദാശത്തെ അല്ലെങ്കിൽ ദാനത്തെ അർഹിക്കുന്നവൻ. അടുത്തത് സാത്വതാംപതിഹി. സാത്വതാംപതിഹി സാത്വതം എന്ന തന്ത്രം ചെയ്യുന്നവരുടെ പതി. സാത്വത വംശത്തിൽ പിറന്ന യാദവന്മാരുടെ പതി.
സാത്വന്മാരുടെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ നാഥൻ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള മീനിങ് ഒന്ന് നോക്കാം. യാഗദേവതയായി സോമലതാരസം പാനം ചെയ്യുന്നവനും ആത്മാനന്ദരസമായ അമൃത് പാനം ചെയ്തവനും ചന്ദ്രസ്വരൂപനും വളരെയധികം പേരെ ജയിക്കുന്നവനും ബഹുരൂപനും അത്യുത്തമനായവനും പൂർണ്ണനായതിനാൽ വിനയശീലം ഉള്ളവനും വിജയസ്വരൂപനായവനും സത്യത്തെ പരിപാലിക്കുന്നവനായവനും ദാശാർഹ വംശത്തിൽ ശ്രീകൃഷ്ണനായി ജനിച്ചവനും സാത്വത തന്ത്രമാർഗത്തിലൂടെ സാധന ചെയ്യുന്നവരുടെ പതിയായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഒന്നുകൂടി ശ്ലോകം ചൊല്ലി നോക്കാം. സോമഭോ മൃതപ സോമഃ പുരുജിത് പുരുസത്തമ വിനയോ ജയ സത്യസന്ധോ ദാശാർഹ സാത്വതാംപതി. 55-ാമത്തെ ശ്ലോകം നോക്കാം. ജീവോ വിനയിത സാക്ഷേ മുകുന്ദോമിത വിക്രമ അംഭോ നിധിരനന്ദാത്മാ മഹോദതിശയോന്തക. ജീവോ വിനയിത സാക്ഷേ മുകുന്ദോമിത വിക്രമ അംഭോ നിധിരനന്ദാത്മാ മഹോദതിശയോന്തക. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. ജീവഹ, ജീവഹ ക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ പ്രാണികളെ ധരിക്കുന്നവൻ, ജീവാത്മാവായി പ്രാണങ്ങളെ ധരിക്കുന്നവൻ. അടുത്തത് വിനയിതാ സാക്ഷി, വിനയിതാ സാക്ഷി ഭക്തന്മാരുടെ വിനയത്തെ നേരിട്ടു കാണുന്നവൻ, വിനയിത്വത്തെ സാക്ഷാത്കരിച്ചവൻ, ആത്മാവിൽ നിന്ന് അന്യമായ വസ്തുക്കളെ ദർശിക്കാത്തവൻ, വിനയിതാ സാക്ഷി. അടുത്തത് മുകുന്ദഹ, മുകുന്ദഹ മോക്ഷപ്രദൻ, മുക്തിയെ ദാനം ചെയ്യുന്നവൻ. അടുത്തത് അമിത വിക്രമഃ, അമിത വിക്രമഃ അമിതങ്ങളായ അപരിച്ഛിന്നങ്ങളായ 3 വിക്രമങ്ങൾ ചെയ്തവൻ, അതുല്യമായ വിക്രമത്തോടു കൂടിയവൻ. അമിത വിക്രമഃ പരാക്രമശാലി. അടുത്തത് അംഭോനിധിഹി, അംഭോനിധിഹി അംഭസുകൾ അല്ലെങ്കിൽ ദേവാദികൾക്ക് ഇരിപ്പിടമായവൻ, സമുദ്ര സ്വരൂപനായവൻ, സമുദ്ര സ്വരൂപമായവൻ. അംഭോനിധിഹി സമുദ്രസ്വരൂപൻ. അടുത്തത് അനന്താത്മാ, അനന്താത്മാ ദേശകാല വസ്തുക്കളെ കൊണ്ടും അപരിച്ഛിന്നനായവൻ. അനന്താത്മാ ദേശകാലം, ദേശം, കാലം എന്നിവയിൽ നിന്ന് മുക്തമായ ആത്മാവോടു കൂടിയവൻ, അനന്താത്മാ. അടുത്തത് മഹോദതിശയഃ, മഹോദതിശയഃ പ്രളയകാലത്തിൽ ജഗത്ത് മുഴുവനും, ഈ ലോകം മുഴുവനും മഹോദധിയാക്കി അതിൽ ശയിക്കുന്നവൻ, പ്രളയസമുദ്രത്തിൽ ശയിക്കുന്നവൻ, മഹോദതിശയഃ. അടുത്തത് അന്തകഃ, അന്തകഃ ഭൂതങ്ങളുടെ അന്തത്തെ ചെയ്യുന്നവൻ, കൽപ്പാന്തത്തിൽ എല്ലാത്തിനും നാശം വരുത്തുന്നവൻ. ജീവാത്മാവായവനും ആത്മാവിൻ്റെ ലക്ഷണമായ വിനയത്തെ ശീലമാക്കിയവരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവനും മോക്ഷത്തെ ദാനം ചെയ്യുന്നവനും മഹാപരാക്രമശാലിയായവനും ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, അസുരന്മാർ എന്നീ അംബസുകളുടെ ഇരിപ്പിടമായവനും ആദിയും അന്തവുമില്ലാത്ത ആത്മസ്വരൂപനായവനും പ്രളയസമുദ്രത്തിൽ ശയിക്കുന്നവനും പ്രളയകാലത്ത് എല്ലാറ്റിനും നാശം വരുത്തുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം. ജീവോ വിനയിത സാക്ഷി മുകുന്ദോമിത വിക്രമ അംഭോ നിധിരനന്ദാത്മാ മഹോദതിശയോന്തക. 56-ാമത്തെ ശ്ലോകം നോക്കാം. അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്രഃ പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാത്രിവിക്രമ. അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്രഃ പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാത്രിവിക്രമ. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. അജഹ, അജഹ വിഷ്ണുവിൽ നിന്ന് ജനിച്ച കാമദേവന്റെ സ്വരൂപത്തിലുള്ളവൻ. അജഹ ജനനമില്ലാത്തവൻ. ഇതിനു മുമ്പ് നമ്മൾ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഭഗവാൻ അജനാണ്, ജനനമോ മരണമോ ഇല്ലാത്തവനാണ്, നാശവും സംഭവിക്കുന്നില്ലാത്തവനാണ് എന്നും ഒരേ അവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൻ. അതാണ് ജനനമില്ലാത്തവൻ, അജഹ. അടുത്തത് മഹാർഹ. മഹാർഹ മഹത്തെ അർഹിക്കുന്നവൻ, പൂജയെ അർഹിക്കുന്നവൻ, ആദരവിനും പൂജയ്ക്കും അർഹനായവൻ, മഹാർഹ. അടുത്തത് സ്വാഭാവ്യ. സ്വാഭാവ്യ നിത്യസിദ്ധനാകയാൽ സ്വാഭാവികമായി തൻ്റെ ഉദ്ഭവമില്ലാത്തവൻ. നിത്യസിദ്ധനാകയാൽ സ്വാഭാവികമായി തൻ്റെ ഉദ്ഭവം ഇല്ലാത്തവൻ. സ്വഭാവത്തിൽ ആത്മഭാവത്തിൽ ഉറച്ചിരിക്കുന്നവൻ, സ്വാഭാവ്യ. അടുത്തത് ജിതാമിത്ര. ജിതാമിത്ര രാഗദ്വേഷാദിയായ ആന്തരിക ശത്രുക്കളെയും രാവണ കുംഭകർണാദി ബാഹ്യ ശത്രുക്കളെയും ജയിച്ചവൻ. രാഗദ്വേഷാദിയായ ആന്തരിക ശത്രുക്കളെയും രാവണൻ കുംഭകർണൻ ആദിയായ ബാഹ്യ ശത്രുക്കളെയും ജയിച്ചവൻ, ജിതാമിത്ര. ഉള്ളിലും പുറത്തുമുള്ള എല്ലാ അമിത്രങ്ങളെയും എല്ലാ ശത്രുക്കളെയും ജയിച്ചവൻ, ജിതാമിത്ര. അടുത്തത് പ്രമോദന. പ്രമോദന തൻ്റെ ആത്മരൂപമായ അമൃതരസത്തെ ആസ്വദിക്കുന്നതിനാൽ എപ്പോഴും പ്രമുദിതനായിരിക്കുന്നവൻ, എപ്പോഴും സന്തോഷവാനായിരിക്കുന്നവൻ, ധ്യാനിക്കുന്നവരെ പ്രമുദിതനാക്കുന്നവൻ, പ്രമോദന. ആനന്ദിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നവൻ. അടുത്തത് ആനന്ദ. ആനന്ദ ആനന്ദമായ സ്വരൂപമുള്ളവൻ, ആനന്ദസ്വരൂപൻ. അടുത്തത് നന്ദന. നന്ദന ആനന്ദിപ്പിക്കുന്നവൻ, ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ, നന്ദന. അടുത്തത് നന്ദ. നന്ദ സകലവിധമായ സിദ്ധികളോടും കൂടിയവൻ, സകലവിധമായ സിദ്ധികളോടും കൂടിയവൻ, നന്ദ. സകല സിദ്ധികളോടും കൂടിയവൻ. അടുത്തത് സത്യധർമ്മ. സത്യധർമ്മ സത്യങ്ങളായ ജ്ഞാനം മുതലായ ധർമ്മങ്ങളോട് കൂടിയവൻ. സത്യങ്ങളായ ധർമ്മത്തോട് കൂടിയവൻ, ദയ, അഹിംസ, ദാനം മുതലായ ധർമ്മങ്ങളോട് കൂടിയവൻ, എല്ലാ ധർമ്മങ്ങളെയും ഉൾക്കൊള്ളുന്നവൻ, സത്യധർമ്മ. അടുത്തത് ത്രിവിക്രമ. ത്രിവിക്രമ മൂന്ന് ലോകങ്ങളിലും വ്യാപ്തമായ വിക്രമങ്ങളോട് കൂടിയവൻ. മൂന്ന് ലോകങ്ങളിലും വ്യാപ്തമായ വിക്രമങ്ങളോട് കൂടിയവൻ, ത്രിവിക്രമ. ത്രിലോകങ്ങളെയും മൂന്ന് ലോകങ്ങളെയും കാലടികളെ കൊണ്ട് അളന്നവൻ, അതാണ് വാമനൻ, ത്രിവിക്രമ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥമൊന്ന് നോക്കാം. വിഷ്ണുവിൽ നിന്ന് ജനിച്ച ബ്രഹ്മദേവനായവനും പൂജയ്ക്ക് ഏറ്റവും അർഹതയുള്ളവനും ജനിക്കാത്തവനും ശത്രുക്കളെയെല്ലാം ജയിച്ചവനും ആനന്ദിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നവനും ആനന്ദസ്വരൂപനായവനും ആഹ്ലാദിപ്പിക്കുന്നവനും സകലവിധ സിദ്ധികളും ഉള്ളവനും ശ്രേഷ്ഠങ്ങളായ സത്യധർമ്മങ്ങളുടെ മൂർത്തീഭാവമായവനും ത്രിഗുണാതീതനും ത്രികാലാതീതനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം. അജോ മഹാർഹസ്വാഭാവ്യോ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാ ത്രിവിക്രമ. 57-ാമത്തെ ശ്ലോകം നോക്കാം. മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഗ കൃതാന്തകൃത്. മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഗ കൃതാന്തകൃത്. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. മഹർഷി. മഹർഷി മഹർഷിയായി ഇരിക്കുന്നവൻ. മഹർഷി കപിലാചാര്യ. മഹർഷി കപിലാചാര്യ. കപിലാചാര്യ സാഖ്യയോഗാചാര്യനായ കപില മഹർഷി, അതാണ് മഹർഷി കപിലാചാര്യ. മഹർഷിയായും ആചാര്യനുമായിരിക്കുന്ന കപിലമൂർത്തി സ്വരൂപത്തിലുള്ളവൻ മഹർഷി കപിലാചാര്യ. അടുത്തത് കൃതജ്ഞ.
കൃതജ്ഞ. കാര്യരൂപമായ ജഗത്തും ആത്മാവും ആയിരിക്കുന്നവൻ. കൃതജ്ഞ. കാര്യഭൂതമായ ജഗത്തും കാരണഭൂതമായ ആത്മാവുമായിരിക്കുന്നവൻ കൃതജ്ഞ. അടുത്തത് മേദിനീപതി. മേദിനീപതി ഭൂമിദേവിയുടെ ഭർത്തൃപദം അലങ്കരിക്കുന്നവൻ. ഭൂമിയുടെ പതി, ഭൂമിദേവിയുടെ പതി. അടുത്തത് ത്രിപദ. ത്രിപദ 3 പദങ്ങൾ ഉള്ളവൻ. 3 പദങ്ങളെ കൊണ്ടും ലോകങ്ങൾ അളന്നവൻ. ത്രിപദ 3 കാൽവയ്പുള്ളവൻ, വാമനമൂർത്തി. അടുത്തത് ത്രിദശാധ്യക്ഷ. ത്രിദശാധ്യക്ഷ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ 3 ദശകളുടെ സാക്ഷിയായവൻ. ജീവന്റെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളാകുന്ന 3 അവസ്ഥകൾക്കും നാഥനായിട്ടുള്ളവൻ. അടുത്തത് മഹാശൃംഗ. മഹാശൃംഗ വലിയ കൊമ്പോട് കൂടിയവൻ, മത്സ്യാവതാരമൂർത്തിയായവൻ. മഹാശൃംഗമുള്ള മത്സ്യരൂപം ധരിച്ചവൻ. അടുത്തത് കൃതാന്തകൃത്. കൃതാന്തകൃത് കാര്യരൂപമായ ജഗത്തിൻ്റെ അന്തത്തെ ചെയ്യുന്നവൻ. കൃതാന്തമായ മൃത്യുവിനെ കൃന്ദനം ചെയ്യുന്നവൻ. പ്രപഞ്ചത്തെ സംഹരിക്കുന്നവൻ, അന്തകന്റെയും അന്തകനായിട്ടുള്ളവൻ. അതാണ് കൃതാന്തകൃത്. കപില മഹർഷിയായി രൂപമെടുത്തവനും കാര്യഭൂതമായ പ്രപഞ്ചവും കാരണഭൂതമായ ആത്മാവുമായിരിക്കുന്നവനും ഭൂമിദേവിയുടെ ഭർത്താവായവനും 3 കാലടികൾ കൊണ്ട് ജഗത്തിനെ അളന്നവനും ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ആകുന്ന 3 അവസ്ഥകളെ നിരീക്ഷിക്കുന്നവനും വലിയ കൊമ്പുള്ള മത്സ്യമായി അവതരിച്ചവനും സൃഷ്ടിച്ചവയെല്ലാം ഇല്ലാതാക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഗ കൃതാന്തകൃത്. 58-ാമത്തെ ശ്ലോകം നോക്കാം. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധര. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധര. ഇനി പദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം. മഹാവരാഹ. മഹാവരാഹ മഹത്തായ വരാഹസ്വരൂപമെടുത്തവൻ, ശ്രീ മഹായജ്ഞ വരാഹമൂർത്തി. അടുത്തത് ഗോവിന്ദ. ഗോവിന്ദ ഗോക്കളെ കൊണ്ട് അറിയപ്പെടുന്നവൻ. ഇവിടെ ഗോക്കളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വേദാന്ത വാക്യങ്ങളാണ്. വേദാന്ത വാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവൻ, വേദങ്ങളാൽ അറിയപ്പെടുന്നവൻ. അടുത്തത് സുഷേണ. സുഷേണ പാർഷദ രൂപമായ സായുധ സേനയോട് കൂടിയവൻ. സുഷേണ വലിയ സേനയോട് കൂടിയവൻ. അടുത്തത് കനകാംഗതി. കനകാംഗതി കനകനിർമ്മിതമായ തോൾവളകളുള്ളവൻ. കനകമയങ്ങളായ സ്വർണമയങ്ങളായ തോൾവളകളോട് കൂടിയവൻ. അടുത്തത് ഗുഹ്യ. ഗുഹ്യ രഹസ്യമായ ഉപനിഷത് വിദ്യ കൊണ്ട് അറിയപ്പെടുന്നവൻ. ഹൃദയകോശമാകുന്ന ഗുഹയിൽ ഇരിക്കുന്നവൻ. ഗുഹ്യ രഹസ്യമായി ഉപനിഷത്തുക്കൾ കൊണ്ട് അറിയേണ്ടവൻ. ഗുഹ്യ. അടുത്തത് ഗഭീര. ഗഭീര ജ്ഞാനം, ഐശ്വര്യം, ബലം, വീര്യം എന്നിവയാൽ ഗംഭീരനായവൻ. ഗംഭീര ഗഭീര. ഗഭീര ജ്ഞാനം, ഐശ്വര്യം, ബലം, വീര്യം എന്നിവയാൽ ഗംഭീരനായവൻ. ഗഭീര ജ്ഞാനൈശ്വര്യാദികളാൽ ഗംഭീരനായി ഭവിക്കുന്നവൻ. ഗഭീര. അടുത്തത് ഗഹനഃ. ഗഹനഃ പ്രയാസപ്പെട്ടു മാത്രം പ്രവേശിക്കത്തക്കവൻ. ജാഗ്രത് തുടങ്ങിയ 3 അവസ്ഥകളുടെ ഭാവാഭാവങ്ങളുടെ സാക്ഷി. ഗഹനഃ ഭക്തരല്ലാത്തവർക്ക് പ്രാപിക്കാൻ പ്രയാസമുള്ളവൻ. ഗഹനഃ ഭക്തരല്ലാത്തവർക്ക് പ്രാപിക്കാൻ പ്രയാസമുള്ളവൻ. അടുത്തത് ഗുപ്ത. ഗുപ്തഃ വാക്കിനും മനസ്സിനും വിഷയമാകാത്തവൻ. ഗുപ്തഃ വാക്ക്, മനസ്സ് മുതലായവയ്ക്ക് വിഷയമല്ലാത്തവൻ. അടുത്തത് ചക്രഗദാധരഃ.
ചക്രഗദാധരഃ. ചക്രഗദാധരഃ മനസ്തത്വരൂപമായ സുദർശന ചക്രത്തെയും ബുദ്ധിതത്വസ്വരൂപമായ കൗമോദകീ ഗദയെയും ധരിച്ചിരിക്കുന്നവൻ. അപ്പം ഭഗവാന്റെ കയ്യിലുള്ള ചക്രം സുദർശന ചക്രം, ഗദ, കൗമോദകി എന്നിവ ധരിച്ചിരിക്കുന്നതായവൻ. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാവിഷ്ണുവിന് നമസ്കാരം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മഹത്തായ രൂപമുള്ള വരാഹമൂർത്തിയായവനും വേദങ്ങളാൽ അറിയപ്പെട്ട് സമസ്ത ലോകങ്ങളെയും പരിപാലിക്കുന്നവനും അതിശയകരമായ സേനയോടു കൂടിയവനും സ്വർണ്ണനിർമ്മിതമായ തോൾവളകൾ അണിഞ്ഞവനും ഉപനിഷത്തുക്കൾക്കുള്ളിൽ രഹസ്യമായി ഇരിക്കുന്നവനും ഗാംഭീര്യം എന്ന ഗുണമുള്ളവനും ഭക്തി ഇല്ലാത്തവർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളവനും ആവരണത്താൽ മറയ്ക്കപ്പെട്ടവനും മനസ്സിൻ്റെ തത്വമായ ചക്രത്തെയും ബുദ്ധിയുടെ തത്വമായ ഗദയെയും കയ്യിൽ ധരിച്ചവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗ്യതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധര. 59-ാമത്തെ ശ്ലോകം. വേധാസ്വാംഘോജിത കൃഷ്ണോ ദൃഢസംഘർഷണോച്യുത വരുണോ വാരുണോ വൃക്ഷഃ പുഷ്കരാക്ഷോ മഹാമനാഃ. വേധാസ്വാംഘോജിത കൃഷ്ണോ ദൃഢസംഘർഷണോച്യുത വരുണോ വാരുണോ വൃക്ഷഃ പുഷ്കരാക്ഷോ മഹാമനാഃ. ഇനി പദങ്ങളും അവയുടെ അർത്ഥവും നമുക്ക് നോക്കാം. വേധാഹ, വേധാഹ വിധാനം ചെയ്യുന്നവൻ. വിധാനം എന്നാൽ രചന, പ്രപഞ്ച സൃഷ്ടി. അപ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നവൻ, അതായത് ബ്രഹ്മദേവൻ ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നവൻ. അടുത്തത് സ്വാംഗഹ, സ്വാംഗഹ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സ്വയം അംഗം ആയവൻ, കൃത്യനിർവഹണത്തിൽ താൻ തന്നെ തനിക്ക് സഹായമായി ഭവിക്കുന്നവൻ, സ്വാംഗഹ. അടുത്തത് അജിതഹ, അജിതഹ ആരാലും ജയിക്കാൻ കഴിയാത്തവൻ, അജിതഹ ആരാലും കീഴടക്കാൻ കഴിയാത്തവൻ, അജിതഹ. അടുത്തത് കൃഷ്ണഹ, കൃഷ്ണഹ കൃഷ്ണ ദ്വൈപായന രൂപമെടുത്തവൻ, അതായത് വേദവ്യാസനായി വന്നതും ഭഗവാൻ മഹാവിഷ്ണു തന്നെ. നമ്മളുടെ ആദ്യത്തെ ആ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇത്. അടുത്തത് ദൃഢഹ, ദൃഢഹ സ്വരൂപ സാമർഥ്യാദികൾക്ക് ഒരിക്കലും കുറവില്ലാത്തവൻ, ദൃഢഹ. അടുത്തത് സംഘർഷണോച്യുതഃ, സംഘർഷണ അച്യുതഃ സംഹാര സമയത്ത് ഒരുമിച്ച് എല്ലാ പ്രജകളെയും ആകർഷിക്കുന്നവനും സ്വരൂപത്തിൽ നിന്ന് പതിതനാകാത്തവനും, സംഘർഷണ അച്യുതഃ, സംഘർഷണോച്യുതഃ. തന്നിൽ ഉൾക്കൊള്ളുന്നവനും ജീവജാലങ്ങളെയെല്ലാം തന്നിൽ ഉൾക്കൊള്ളുന്നവനും മാറ്റമില്ലാത്തവനുമായ ഭഗവാൻ. അടുത്തത് വരുണഃ, വരുണഃ രശ്മികളെ തന്നിലേക്ക് വലിക്കുന്നവൻ, അസ്തമയ സൂര്യൻ തൻ്റെ രശ്മികളെ സംവരണം ചെയ്യുന്നവൻ, വരുണഃ. അടുത്തത് വാരുണഃ. ആദ്യം പറഞ്ഞത് വരുണഃ, ഇത് വാരുണഃ. വരുണന്റെ പുത്രന്മാരായ വസിഷ്ഠനോ അഗസ്ത്യനോ ആയിരിക്കുന്നവൻ. വരുണന്റെ പുത്രന്മാരാണ് വസിഷ്ഠനും അഗസ്ത്യനും. അപ്പം അങ്ങനെ വസിഷ്ഠനോ അഗസ്ത്യനോ ആയിരിക്കുന്നവൻ, വാരുണഃ. അടുത്തത് വൃക്ഷഃ, വൃക്ഷഃ വൃക്ഷത്തെ പോലെ ഇളകാതെ നിൽക്കുന്നവൻ, വൃക്ഷത്തെ പോലെ അചഞ്ചലനായി സ്ഥിതി ചെയ്യുന്നവൻ, വൃക്ഷഃ. അടുത്തത് പുഷ്കരാക്ഷഃ, പുഷ്കരാക്ഷഃ ഹൃദയമാകുന്ന പുഷ്കരത്തിൽ, അതായത് താമരയിൽ ചിത് സ്വരൂപം കൊണ്ട് പ്രകാശിക്കുന്നവൻ, താമരപ്പൂ പോലെയുള്ള അക്ഷികളുള്ളവൻ, പുഷ്കരാക്ഷഃ ഹൃദയമാകുന്ന താമരയിൽ പ്രത്യക്ഷീഭവിക്കുന്നവൻ. അടുത്തത് മഹാമനാഹ, മഹാമനാഹ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ മനസ്സുകൊണ്ട് ചെയ്യുന്നവൻ, മനസ്സുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ എന്നിവ ചെയ്യുന്നവൻ. സൃഷ്ടികർത്താവായ ബ്രഹ്മാവായവനും ശോഭനമായ അംഗത്തോടു കൂടിയവനും ആരാലും കീഴടക്കാൻ കഴിയാത്തവനും വേദവ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണദ്വൈപായനായി അവതരിച്ചവനും
ഒരിക്കലും ഒരു ചാഞ്ചല്യവും ഇല്ലാത്തവനും, കൽപ്പാവസാനത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിപ്പിച്ച് ലയിപ്പിക്കുന്ന സംഘർഷണനായവനും, അസ്തമയ സൂര്യനായവനും, വരുണദേവന്റെ പുത്രനായവനും, വൃക്ഷം പോലെ പടർന്നു പന്തലിച്ച് അചഞ്ചലനായി നിൽക്കുന്നവനും, അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞ കണ്ണുകളോട് കൂടിയവനും, മഹത്തായ മനസ്സുള്ളവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. വേധാസ്വാംഘോജിത കൃഷ്ണോ ദൃഢസംഘർഷണോച്യുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമനാഹ. 60-ാമത്തെ ശ്ലോകം നോക്കാം. ഭഗവാൻ ഭഗഹാനന്ദീ വനമാലീഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമ. ഭഗവാൻ ഭഗഹാനന്ദീ വനമാലീഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമ. ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്ക് നോക്കാം. ഭഗവാൻ, ഭഗവാൻ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ 6 ഭഗങ്ങളോട് കൂടിയവൻ. ഭഗങ്ങൾ എന്നാൽ ഗുണങ്ങൾ. എന്നീ 6 ഗുണങ്ങളോട് കൂടിയവൻ ഭഗവാൻ. അടുത്തത് ഭഗഹ, ഭഗഹ സംഹാരകാലത്ത് ഐശ്വര്യം മുതലായവയെ ഹനിക്കുന്നവൻ. സംഹാര സമയത്ത് ഭഗത്തെ, ഈ ഗുണത്തെയൊക്കെ നശിപ്പിക്കുന്നവൻ. അടുത്തത് ആനന്ദി, ആനന്ദി സുഖസ്വരൂപൻ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധൻ, നിത്യാനന്ദ സ്വരൂപൻ. അടുത്തത് വനമാലി, വനമാലി പഞ്ചഭൂത തന്മാത്രകളാകുന്ന വൈജയന്തി എന്ന മാലയെ ധരിക്കുന്നവൻ. വനമാലി എന്ന മാലയെ ധരിക്കുന്നവൻ വനമാലി. അടുത്തത് വൈജയന്തി എന്ന മാലയെ ധരിക്കുന്നവൻ വനമാലി. അടുത്തത് ഹലായുധ, ഹലായുധ ഹലം ആയുധമായിട്ടുള്ള ബലഭദ്ര സ്വരൂപൻ. ഹലം ആയുധമായിട്ടുള്ള, ഹലം എന്ന കലപ്പയാണ്, കലപ്പ ആയുധമായി ധരിച്ചവൻ. അടുത്തത് ആദിത്യ, ആദിത്യ അതിഥിയുടെ പുത്രനായ വാമനനായി ജനിച്ചവൻ. ആദിത്യ അതിഥിയുടെ പുത്രനായ, അതിഥിയുടെയും കശ്യപ മുനിയുടെയും പുത്രനായി അവതരിച്ച വാമനൻ. വാമനന്റെ മാതാപിതാക്കളാണ് അതിഥിയും കശ്യപ മുനിയും. അപ്പം അവരുടെ പുത്രനായി ജനിച്ച ആ വാമന മൂർത്തി. അടുത്തത് ജ്യോതിരാദിത്യ, ജ്യോതിരാദിത്യ സൂര്യമണ്ഡലത്തിലെ ജ്യോതിസിൽ സ്ഥിതി ചെയ്യുന്നവൻ. സൂര്യമണ്ഡലത്തിലെ ജ്യോതിസിൽ, ജ്യോതിർമണ്ഡലത്തിൽ സൂര്യനായി വർത്തിക്കുന്നവൻ ജ്യോതിരാദിത്യ. അടുത്തത് സഹിഷ്ണുഹു, സഹിഷ്ണുഹു ശീതോഷ്ണാദി ദ്വന്ദ്വങ്ങളെ സഹിക്കുന്നവൻ. ശീതോഷ്ണാദി ദ്വന്ദ്വങ്ങളെ സഹിക്കുന്നവൻ സഹിഷ്ണുഹു. അടുത്തത് ഗതി സത്തമഹ, ഗതി സത്തമഹ ഗതിയും സർവശ്രേഷ്ഠനുമായിട്ടുള്ളവൻ. ഗതി സത്തമഹ മുമുക്ഷുക്കൾക്ക് ഉത്തമമായ പ്രാപ്യസ്ഥാനവും പരമോത്കൃഷ്ടവും ആയവൻ. ഗതി സത്തമഹ. ജ്ഞാനം, ഐശ്വര്യം, ശക്തി, ബലം, വീര്യം, തേജസ് എന്നീ 6 ഐശ്വര്യങ്ങളോട് കൂടിയവനും, 6 ഗുണങ്ങളോട് കൂടിയവനും, ഐശ്വര്യങ്ങളെ നശിപ്പിക്കുന്നവനും, നിത്യാനന്ദത്തെ നൽകുന്ന ആനന്ദ സ്വരൂപനായവനും, 5 നിറത്തിലുള്ള വനപുഷ്പങ്ങൾ ചേർത്ത് കാൽമുട്ടുവരെ അണിയുന്ന മാലയായ വനമാല ധരിച്ചവനും, കലപ്പ ആയുധമായ ബലഭദ്രനായവനും, അതിഥിയുടെ പുത്രനായി അവതരിച്ചവനും, ജ്യോതിർമണ്ഡലത്തിൽ സൂര്യനായി നിൽക്കുന്നവനും, സഹനശീലം ഉള്ളവനും, എല്ലാറ്റിൻ്റെയും പ്രാപ്യസ്ഥാനമായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാൻ ഭഗഹാനന്ദീ വനമാലീഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമ. ഭഗവാൻ ഭഗഹാനന്ദീ വനമാലീഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമ.